ഹലോ ഗൈസ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ടിപ്പൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. നമ്മുടെ ക്യാബേജ് തോരൻ കുനുകുനാന്നരിഞ്ഞ് വെക്കില്ലേ, അത് പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് എന്ത് ചെയ്യുന്ന, ക്യാബേജ് എടുത്ത് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് സവോള, പച്ചമുളക്, പിന്നെ കറിവേപ്പില, കുറച്ച് ജീരകം അതൊക്കെ ചേർത്ത് മിക്സാക്കുക. പിന്നെ നമുക്ക് തേങ്ങ മെയിനാണ്, തോരനാണ് കേട്ടോ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തേങ്ങയെ മിക്സ് ചെയ്യുക. ഇത് സിമ്പിളാണ് ഗൈസ്. നമ്മൾ ഈ അരമണിക്കൂറൊക്കെ വെച്ച് അരിഞ്ഞ് കുരുകുരാന്നെടുക്കുന്ന സാധനം ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് സെറ്റാക്കാം ഗൈസ്. അതിനായിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക, അതാണ് മെയിൻ. നമ്മൾ മിക്സിയാണ് ഇവിടെ വേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കണ വലിയ പീസസ് ആയിട്ടുള്ള ക്യാബേജും മറ്റേ സവോളയും എല്ലാം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് ചെറിയ മിക്സിയാണ് എൻ്റെ, അതുകൊണ്ട് ഞാനൊരു 3 ടൈം എടുത്താണ് ജസ്റ്റ് ഒന്ന് അതൊന്ന് പൊടിച്ചെടുത്തത്. പൊടിച്ചത് മീൻസ് ഭയങ്കര പൊടിച്ചല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നെ ഇവിടെ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. എല്ലാ പണിയും ചെയ്തോളും, ഒരു മടിയില്ലാതെ എല്ലാം ചെയ്യും. പാത്രം കഴുകി വയ്ക്കും, കറിക്ക് അരിഞ്ഞ് തരും, കറി വയ്ക്കും, ചോറ് വയ്ക്കും, എല്ലാം ചെയ്തോളും. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ പിന്നെ മിക്സിയിലിട്ട് ക്യാബേജ് അടിക്കാൻ തുടങ്ങി കേട്ടോ. ഇതിനിടയ്ക്കാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് കേട്ടോ. ഇന്ന് എൻ്റെ ഓഫീസിൽ വെച്ച് എൻ്റെ സാർ എന്നോട് ഷെയർ ചെയ്ത കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പസഫിക് സമുദ്രത്തിലെ ഒരു പ്രദേശമാണ് ഈ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞത്. അത് കുറേ ഇങ്ങനെ മിസ്റ്ററി ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഈ വിമാനങ്ങളും കപ്പലുകളും പെട്ടെന്ന് വാനിഷാകും. ഇതെങ്ങോടെ പോണേന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ല. ആ ബെർമുഡ ട്രയാങ്കിളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ കപ്പലുകളും വിമാനങ്ങളും വാനിഷാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇത് എത്രമാത്രം സത്യമാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇതെന്തുകൊണ്ടാണ്, എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്നൊക്കെ. ചിലവരൊക്കെ പറയുന്നു, മീൻസ് അന്ധവിശ്വാസമുള്ളവരൊക്കെ പറയുന്നു ഇതെന്തോ അവിടെ എന്തോ ഭൂതമോ പ്രേതമോ അമാനുഷിക ശക്തികളോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശാസ്ത്രലോകം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഗ്രാവിറ്റി, അതുപോലെ തന്നെ വലിയ കൂറ്റൻ തിരമാലകളുണ്ട്, പിന്നെ കടലടിയിൽ അഗ്നിപർവ്വതമുണ്ട്, അതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയാണ് ശാസ്ത്രജ്ഞൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ സ്റ്റോറി കേട്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിട്ട് തോന്നി. അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് ബെർമുഡ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഗൂഗിളിൽ ബെർമുഡ ട്രയാങ്കിൾ എന്നൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കഥ കേട്ടത് മതി. ഇനി നമ്മുടെ ക്യാബേജിൻ്റെ കാര്യം മറന്നുകൊണ്ടാ, ക്യാബേജിലേക്ക് വരാം. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്യാബേജ് ഇത് കണ്ടോ, സെറ്റായിട്ട് കിട്ടിയിട്ടില്ലേ? നമ്മുടെ കല്യാണത്തിനൊക്കെ കിട്ടുന്ന കുനുകുനാന്നരിഞ്ഞ ക്യാബേജ് അതുപോലെയില്ലേ? ഇത്രയും ഇത് അരയ്ക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് 2 തവണ ഒന്ന് പൾസടിച്ച് കൊടുത്താൽ മതി. അപ്പം ഇത്തിരി കൂടി ഒരു കട്ടിയായിട്ട് കിടന്നോളും. പിന്നെ ഞാനിന്ന് ക്യാബേജ് തോരനും മീൻ കറിയും മീൻ വറുത്തത് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഗൈസ്. ആ ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ അമ്മാളുമാണ്, വേറെ ആരുമല്ല. അല്ലാതെ നമുക്ക് വേറെ ആരും ഗസ്റ്റുകളൊന്നും വരാനില്ലല്ലോ വീട്ടിൽ. അതുകൊണ്ടാണ് ഞാനിന്ന് ക്യാബേജ് തോരനും മീൻ കറിയും മീനും വറക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മത്തി ഇഷ്ടമാണ്, വറുത്തതും ഇഷ്ടമാണ്, കറി വെച്ചതും ഇഷ്ടമാണ്. ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു സീ ഫുഡ് ഉണ്ടാക്കി വെക്കാമെന്ന്. സീ ഫുഡ് ഇന്ന് ഞങ്ങൾ അയച്ചു കൊടുത്തത് ChatGPTയിലൊക്കെ ഇട്ട് ഒരു സീ ഫുഡിൻ്റെ പടം എടുത്തിട്ട് അയച്ചു കൊടുത്തു, ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. പൊട്ടി അത് വിശ്വസിച്ചാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾ ഇവിടെ വെക്കുന്നത് ചാളമീനാണ്, അത് വേറൊരു കാര്യം. ഇവിടെ ഇപ്പോൾ സാധനങ്ങൾക്കൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. അത് നേരത്തെയും അതേയായിരുന്നു, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, വാറിൻ്റെ സിറ്റുവേഷനൊക്കെ, ഇപ്പോൾ വാറൊന്നുമില്ല, പക്ഷേ എല്ലാം ഒന്ന് കാം ആൻഡ് പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ പതുക്കെ ഒതുങ്ങി ഇങ്ങനെ വരുവാണ്. പക്ഷേ എന്നാലും നല്ല റേറ്റാണ് എല്ലാ സാധനങ്ങൾക്കും. പ്രത്യേകിച്ച് മീനൊന്നും കാര്യം പറയണ്ട, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് മത്തി മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. മത്തിയൊക്കെ നമുക്ക് ഒരു 5-8 പീസ് നമുക്ക് 8 ദിർഹംസിന് കിട്ടും. ആ ഒരു റേറ്റാണ്. നേരത്തെ നമുക്ക് 1 കിലോയൊക്കെ 8 ദിർഹംസിന് 9 ദിർഹംസിന് കിട്ടിക്കൊണ്ടിരുന്ന മത്തിയാണ് ഇപ്പോൾ ഒരു 5-8 പീസ് കിട്ടണമെങ്കിൽ 5-8 പീസിന് 8.99 ദിർഹംസൊക്കെ കൊടുക്കണം കേട്ടോ. അത്രയ്ക്ക് എല്ലാത്തിനും നല്ല റേറ്റാണ്. അപ്പം നമ്മളിന്ന് മത്തി വാങ്ങിച്ച് ഞാനൊരു വെറൈറ്റി രീതിയിൽ കറി വെച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ വേറൊരു വീഡിയോ കണ്ടു. എൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ വെറൈറ്റി ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ കാണുവാണെങ്കിൽ എനിക്കത് പരീക്ഷിച്ച് നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ആ വീഡിയോ കണ്ട രീതിയിലാണ് ഞാൻ എന്തുണ്ടാക്കുന്നത്, ചാള മീൻ കറി ഉണ്ടാക്കുന്നത്. ജസ്റ്റ് പൊടികളൊക്കെ ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ വറുത്തെടുത്ത പൊടിയിൽ അത് കരിക്കാതെ നോക്കണം കേട്ടോ. കരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കയ്പ്പായിരിക്കും ഗൈസ്. ഈ കരിയാത്ത ഈ നല്ലോണം വറുത്തെടുത്ത പൊടിയിൽ നമ്മൾ സവോള, പിന്നെ പച്ചമുളക്, കരിവേപ്പില, ഇത് 2-3 ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക.
ഇത് കണ്ടാൽ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തെന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല. ഈ അരപ്പ് വെച്ചാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ അരപ്പിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് ഇച്ചിരി കറിവേപ്പിലയും പിന്നെ പുളിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അവിടെ അരിഞ്ഞ് വെച്ച് തക്കാളി ഇരിപ്പുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി അത്യാവശ്യം വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി വേവണ്ട, തക്കാളി ജസ്റ്റ് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ നമുക്ക് മീനും എടുത്തിടാം. കാരണം മീൻ വേവണ കൂടത്തിൽ കിടന്ന് തക്കാളിയും വെന്തോളും. തക്കാളി ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വഴറ്റിയൊന്നും എടുക്കണ്ട, ജസ്റ്റ് അതിൻ്റെ കൂടെ കിടന്ന് വെന്താൽ മതി. അതുകൊണ്ട് പിന്നെ സീനില്ല, വഴറ്റാനൊന്നുമില്ല. അങ്ങനെ നമ്മൾ എല്ലാ മീനും പറക്കി ഇടുന്നുണ്ട് ഗൈസ്. ഇത് ഒത്തിരി വലിയ മത്തിയൊന്നുമല്ല, ചെറിയ മത്തിയാണ്. പക്ഷേ ചെറിയ മത്തി എന്ന് പറയുമ്പോഴത്തേക്കും അത്ര ചെറുതല്ല, പക്ഷേ മീഡിയം സൈസ് മത്തിയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മത്തി എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മത്തിയെല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഉപ്പിടാൻ പിന്നെ മറക്കരുത്. അപ്പോൾ എല്ലാ പൊടികളും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 20 മിനിറ്റ് ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മത്തിക്കറി റെഡി. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുത്താലും ഒരു പ്രശ്നമില്ല, നല്ല മത്തിക്കറി കിട്ടും കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലേ ഉണ്ടല്ലോ, എൻ്റെ വല്യമ്മ എനിക്ക് മത്തിക്കറി വെച്ച് തരുമായിരുന്നു കേട്ടോ. അന്ന് ഞാൻ വെറുതെ കറി വെച്ച മത്തി വെറുതെ എടുത്ത് കഴിയുമായിരുന്നു. എനിക്കിപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഞാൻ ആ ടൈമിൽ മത്തി ഭയങ്കര ഫാനായിരുന്നു. ഇപ്പോഴും ഫാൻ തന്നെയാണ്. പക്ഷേ ഒരിടയ്ക്ക് എനിക്കിഷ്ടം ഉണ്ടായിരുന്നില്ല, ഈ ചാളമീൻ എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഈ 10ലൊക്കെ പഠിക്കുമ്പോൾ ആ ടൈമിൽ ഞാൻ കഴിക്കൊന്നും ഉണ്ടായിരുന്നില്ല, +1 ആ ഒരു ടൈമിലൊക്കെ. പിന്നെ ഒരു ഡിഗ്രിക്ക് കയറിയപ്പോഴാണ് എനിക്ക് മത്തീനോട് ഇഷ്ടം തോന്നിയത്. ഓക്കെ ഗൈസ്, ഞാൻ കുറേ കഥ പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. അപ്പം നമ്മുടെ ചോറും കറിയും മത്തിക്കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറുണ്ടാലോ. ക്യാബേജ് മത്തിക്കറി ഞാൻ കുറച്ച് ചോറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ തക്കാളി ഉണ്ട്, ആ തക്കാളി അങ്ങ് മാറ്റി വെച്ചു. തക്കാളിക്കൊക്കെ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ കൂട്ടിക്കുഴച്ച് തിന്നുമ്പോൾ. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ ഗൈസ്, ബൈ.